പെൺകുട്ടികൾ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനായിട്ട് പൊരുതുന്ന ഒരു കാഴ്ചയാണ് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മുതലാളിമാര് കൊടുക്കണമെന്ന നിശ്ചയദാർഢ്യം ഈ ഗവൺമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്നേ ഇത് നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നു. എന്തെങ്കിലും യാഥാർത്ഥ്യബോധമുള്ള ഗവൺമെന്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് നഴ്സുമാരും സ്വകാര്യ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരും സമരത്തിന് വേണ്ടി തെരുവിലിറങ്ങുന്നത്, ഒഴുകി വരുന്നത് എന്നത് കാണുവാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകണം. സമരം ചെയ്യുന്നവരോട് പുച്ഛമാണ്. സമരം ചെയ്യുന്നത് CIT ആയിരിക്കണം, CPM ആയിരിക്കണം, മറ്റാരും സമരം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തത്വമായിട്ട് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫോൺ കോൾ മതി ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് കാഷ്വാലിറ്റി നടക്കാൻ ഇറങ്ങിക്കോളാൻ. പിന്നെ ഇവിടെ നടക്കാൻ പോകുന്ന ദുരന്തം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ദുരന്തമാകുമെന്ന് ഈ സർക്കാർ ഓർത്താൽ നല്ലത്. ഇത്രമേൽ ക്രൂരമായിട്ടുള്ള ഒരു ഗവൺമെന്റിനോടാണ് നമ്മൾ ഏറ്റുമുട്ടുന്നത്. നമ്മളെ തകർക്കുവാൻ ഇവര് ശ്രമിക്കും. പക്ഷെ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ കരുത്തുള്ളവരായി, കൂടുതൽ ഐക്യപ്പെട്ട് നേതൃത്വത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിന്നത്? നമസ്കാരം. കേരളത്തിലുള്ള 490-ലധികം വരുന്ന സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ നിരവധി നാളുകളായി സമരം ചെയ്യുന്നു. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ സമരവുമായി മുന്നോട്ട് പോകുന്നത്. നിരവധി ആവശ്യങ്ങളാണ് ഈ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ ഉന്നയിക്കുന്നത്. പ്രധാനമായും മിനിമം വേതനം പുനർനിശ്ചയിക്കുക എന്നുള്ള ആവശ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇതിൽ 40,000 രൂപ മിനിമം വേതനം നൽകണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. എന്തായാലും നിരവധി നാളുകളായി ഇവർ സമരം ചെയ്യുന്നു. യാതൊരു നടപടിയും നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിലിപ്പോൾ ഈ നഴ്സുമാർ, 10,000-കണക്കിന് വരുന്ന നഴ്സുമാർ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് കടുപ്പിച്ച സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സമരം കടുപ്പിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ള ഈ ഒരു സമരത്തിൽ പൊതുപ്രവർത്തകനായ EV പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിക്കുകയാണ്. നമ്മൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് തൃശൂരിൽ ഒരു അവകാശ പ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിച്ചത്. ആ അവകാശ പ്രഖ്യാപന സമ്മേളനത്തിൽ അതിൽ പങ്കെടുത്തവർക്ക് ഏവർക്കും അറിയാം, 10,000-കണക്കിന് നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും ആ അവകാശ സംരക്ഷണ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന വനിതകളുടെ നേതൃത്വത്തിൽ ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു അവകാശ പ്രഖ്യാപന സമ്മേളനം സമീപ ഭാവിയിൽ ഒന്നും നടന്നിട്ടില്ല എന്നത് നമുക്കറിയാം. ഇവിടെ ആശാ വർക്കേഴ്സിന്റെ സമരം 266 ദിവസം ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അനിശ്ചിതകാലം നീണ്ടുനിന്ന് വിജയം വരിച്ച സമരമാണ്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാകും, വനിതകളുടെ നേതൃത്വത്തിലുള്ള അവകാശ പോരാട്ടം ഈ സംസ്ഥാനത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടികൾ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനായിട്ട് പൊരുതുന്ന ഒരു കാഴ്ചയാണ് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറഞ്ഞത് ഇവിടെ നേതാക്കന്മാർ പറഞ്ഞു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 10,000-ങ്ങളൊക്കെ പങ്കെടുപ്പിച്ച് തൃശൂരിലൊരു മഹാസമ്മേളനം സംഘടിപ്പിച്ച UNA ഇപ്പോൾ ഇതാ വീണ്ടും ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് ഉപരോധ സമരവുമായിട്ട് 1000-ങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഗവൺമെന്റ് അത് മനസ്സിലാക്കണം. എന്തെങ്കിലും യാഥാർത്ഥ്യബോധമുള്ള ഗവൺമെന്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് നഴ്സുമാരും സ്വകാര്യ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരും സമരത്തിന് വേണ്ടി തെരുവിലിറങ്ങുന്നത്, ഒഴുകി വരുന്നത് എന്നത് കാണുവാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകണം. ഈ ഗവൺമെന്റിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. ഈ ഗവൺമെന്റ് സമരം ചെയ്യുന്നവരോട് പുച്ഛമാണ്. സമരം ചെയ്യുന്നത് CIT ആയിരിക്കണം, CPM ആയിരിക്കണം,
മറ്റാരും സമരം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തത്വമായിട്ട് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് UN എന്ന് പറയുന്ന ഈ ട്രേഡ് യൂണിയൻ ഇത് കേരളത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ്. കേരളത്തിന്റെ പൊതുസമൂഹം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്, കേരളത്തിന്റെ പൊതുസമൂഹം നേഴ്സുമാരെ പോലെ ഇത്രമേൽ പിന്തുണയ്ക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടാവില്ല. കാരണം ഏതൊരു നേഴ്സിന്റെയും പരിചരണം, ഒരായുസ്സിൽ ഒരാൾ ജനിക്കുന്നത് മുതൽ ഒരാൾ മരിക്കുന്നത് വരെ അയാളുടെ ആയുസ്സിൽ ഒരു നേഴ്സിന്റെ പരിചരണം ലഭിക്കാതെ ഒരാൾക്കും കടന്നു പോകുവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നേഴ്സുമാരുടെ പരിചരണം ലഭിച്ചിട്ടുള്ള മനുഷ്യന്മാർ ഈ സമരത്തെ സർവാർത്ഥത്തിലും കേരളത്തിലുടനീളം പിന്തുണയ്ക്കുന്നുണ്ട് എന്നത് ഈ ഗവൺമെന്റ് കാണണം. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി കാലാവധി തികച്ച് അവസാനിക്കാനായിട്ട് പോവുകയാണ്. അവസാനിക്കാൻ പോകുമ്പോൾ പോലും ധാർഷ്ട്യവുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയുവാനുള്ളത്, വിട്ടുവീഴ്ചയില്ലാതെ ഡിമാൻഡിൽ അടിയുറച്ചു നിന്ന് 1333 രൂപ ആലോചിച്ച് നോക്കണം. ഒരു അന്യസംസ്ഥാന തൊഴിലാളി, ഒരു മെയ്ക്കാടിന്, ഒരു മേസ്തിരിക്ക്, ഒരു ആശാരിപ്പണി ചെയ്യുന്നയാൾക്ക് കിട്ടുന്ന കൂലിയാണ്. BSc-യും MSc-യും ഒക്കെ കഴിഞ്ഞ യോഗ്യതയുള്ള, നൈപുണ്യമുള്ള, സ്കില്ലുള്ള നേഴ്സുമാർക്ക് പക്ഷേ 500-ഉം 600-ഉം രൂപ മാത്രം ഇന്നും ഈ കേരളത്തിൽ സ്വകാര്യ ആശുപത്രികൾ കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കാനായിട്ട് തയ്യാറാവാത്തത്? മിനിമം വേതനം പോലും കൊടുക്കുവാൻ 1500 രൂപ ഒരു നേഴ്സിന് കൊടുക്കുവാനായിട്ട് എന്താണ് തയ്യാറാകാൻ ഗവൺമെന്റ് ബുദ്ധിമുട്ട്? വളരെ ന്യായമായിട്ടുള്ള ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ന് ജനങ്ങൾ സംഘടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, യുദ്ധം നടക്കുകയാണ് പശ്ചിമേഷ്യയിൽ, ഗൾഫ് മേഖലയിൽ. യുദ്ധം ഇങ്ങനെ തുടർന്നാൽ ജോലി നഷ്ടപ്പെട്ട മുഴുവൻ ഈ കേരളത്തിലേക്ക് വരും. അവർക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, പരമാവധി ലാഭം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താണെന്നറിയാമോ ട്രേഡ് യൂണിയൻ ഈ ലോകത്തുണ്ടായത്? മുതലാളിമാർ പരമാവധി ലാഭം എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെ അവരുടെ രക്തം ഊറ്റിയെടുക്കുമ്പോൾ സംഘടിതമായി, കൂലിക്ക് വേണ്ടി സംഘടിതമായി നിൽക്കേണ്ടത് തൊഴിലാളികളുടെ ആവശ്യകതയായി മാറുന്നു, പണിയെടുക്കുന്നവന്റെ ആവശ്യകതയായി മാറുന്നു. അങ്ങനെയാണ് ട്രേഡ് യൂണിയൻ ഉണ്ടായത്. അതുകൊണ്ട് ഈ സംഘടന എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയാണ്. ഇതൊരു സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ്. കേരളം പോലെ ഇത്രമേൽ രാഷ്ട്രീയമായി ധ്രുവീകരിക്കപ്പെട്ട ഒരു സംസ്ഥാനത്ത് ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ, ജാസ്മിൻ ഷായുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയൻ രൂപീകരിക്കുക. 15 വർഷക്കാലം പൊരുതി. ആരോടാണ് പൊരുതുന്നത്? അമൃതാനന്ദമയോട്, പുഷ്പഗിരിയച്ഛനോട്, മദർ ആശുപത്രിയിലെ സഭയോട് പൊരുതുക. ചെറിയ കാര്യമാണോ? ആസ്റ്ററിന്റെ ആസാദ് മൂപ്പരോട് പൊരുതുക. ചെറിയ കാര്യമല്ല. നമ്മൾ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. പൊതുപ്രവർത്തനം കഴിഞ്ഞ 25 വർഷമായി ഞാൻ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. CPM-ഉം ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളും എങ്ങനെയാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന നല്ല സംഘടനകളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. 266 ദിവസം ആശമാര് സമരം നടത്തി. ഇവിടെ ഒരു ബാത്റൂമില്ല. ഇവിടെ ഒരു ബാത്റൂമിൽ പോകാൻ ഒരു സാഹചര്യമുള്ള സ്ഥലമല്ല. പക്ഷെ 266 ദിവസം ഇവിടെ പന്തല് കെട്ടി വനിതകൾ സമരം നടത്തി അനിശ്ചിത കാലം. ഈ ഗവൺമെന്റിന്റെ സമീപനം നമ്മൾ കണ്ടതാണ് പ്രിയപ്പെട്ടവരെ. ഇത്രമേൽ ക്രൂരമായിട്ടുള്ള ഒരു ഗവൺമെന്റിനോടാണ് നമ്മൾ ഏറ്റുമുട്ടുന്നത്. നമ്മളെ തകർക്കുവാൻ ഇവര് ശ്രമിക്കും. പക്ഷെ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ കരുത്തുള്ളവരായി, കൂടുതൽ ഐക്യപ്പെട്ട് നേതൃത്വത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിന്ന് നേതൃത്വത്തെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. ജാസ്മിൻ ഷായെ പിടിച്ച് ജയിലിലടച്ചാൽ സംഘടന തകരുമെന്ന് അവർ വിചാരിച്ചു. പക്ഷെ നിങ്ങൾ പരിശോധിക്ക്, ജാസ്മിൻ ഷായെയും ശോഭിയൊക്കെ പിടിച്ചകത്തിട്ടതിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള ഒരു സംഘടനയായിട്ട് UN മാറിയിരിക്കുന്നു. ഞാനിത് പറയുന്നത് നിങ്ങൾ കാണിക്കുന്ന നേതൃത്വത്തോട് കാണിക്കുന്ന ഈ വിശ്വസ്തത, ഈ കൂറ്, ഇത് തുടർന്നു കൊണ്ടുപോകണം. കുത്തിത്തിരിപ്പുമായിട്ട് ആളുകൾ വരും. അതിനെല്ലാം അതിജീവിക്കുവാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് 40,000 രൂപ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ കൂലിയാണ് എന്ന് ഹൃദയത്തിൽ കോറിയിട്ടുകൊണ്ട് ആ 40,000 രൂപ വാങ്ങിച്ചെടുക്കുന്നത് വരെ
പോരാട്ടം തുടരുവാൻ ഏവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്തായാലും സ്വകാര്യ മേഖലയിലുള്ള നഴ്സുമാർ ഈ ഒരു ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ സംവിധാനമൊന്നും കണ്ണു തുറക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. വരും ദിവസങ്ങളിലും സമരം കടുപ്പിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുമെന്നുള്ള ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഈ ഒരു സമരത്തോട് എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിക്കുക എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.